മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കഷ്ടതകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കും നേരത്തിൽ തുഷ്ടിയരുളും നാഥൻ എന്നെ ആശ്വസിപ്പിച്ചിടുന്നു. തുഷ്ടിയരുളും നാഥൻ എന്നെ ആശ്വസിപ്പിച്ചിടുന്നു. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പോസ്തലനായ പൗലോസ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ചും പറയുകയാണ്. നമുക്കൊരു ജീവനുള്ള പ്രത്യാശ ലഭിച്ചിരിക്കുന്നു. എന്താണ് ഈ ജീവനുള്ള പ്രത്യാശയിൽ അടങ്ങിയിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. നമ്മൾ രക്ഷിക്കപ്പെട്ടു. കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു രക്ഷയൊരുക്കി. ആ ക്രൂശിലേക്ക് നോക്കി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർക്ക് രക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഈ രക്ഷ ആത്മരക്ഷയാണ്. ഈ രക്ഷ നമ്മൾ പ്രാപിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പ് ലഭിക്കുന്നു: അന്ത്യകാലത്ത് ഈ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നു. രക്ഷയിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 തേജസ്കരണം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് നീതീകരണം ലഭിച്ചു. നീതിമാന്മാരായി നമ്മെ ദൈവം പ്രഖ്യാപിച്ചു. നമ്മുടെ പാപം നമ്മൾ നീക്കി. ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവാത്മാവിനെയും ദൈവവചനത്തെയും അനുസരിച്ച് ജീവിക്കുമ്പോൾ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്ന ജീവിതം. ഇനി ഭാവിയിൽ അന്ത്യകാലത്തിന്റെ അവസാനം, അന്ത്യകാലം ആരംഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. ഈ അന്ത്യകാലത്തിൽ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു എന്ന് നാം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. അന്ത്യകാലം കർത്താവിന്റെ 1-ാമത്തെ വരവോടെ ആരംഭിച്ചതും കർത്താവിന്റെ 2-ാമത്തെ വരവോടെ പൂർത്തീകരിക്കുന്നതുമാണ്. 1-ാമത്തെ വരവിനും 2-ാമത്തെ വരവിനും ഇടയിലുള്ളതായ ആ കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. കർത്താവ് 1-ാമത്തെ വരവിൽ ആരംഭിച്ച അന്ത്യകാലഘട്ടം പൂർത്തീകരിപ്പാൻ കർത്താവ് ഇനിയും മടങ്ങി വരും. കർത്താവ് മടങ്ങി വന്ന് രക്ഷ പൂർത്തീകരിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന് നാളോളം അവനെ തികയ്ക്കും എന്ന് കർത്താവ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ അവിടുന്ന് പാപികളെ രക്ഷിപ്പാൻ വന്നെങ്കിൽ ഇനി തനിക്കായി കാത്തു നിൽക്കുന്ന ദൈവമക്കളെ രക്ഷിപ്പാൻ അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുമെന്ന് എബ്രായർ 9 നമ്മൾ വായിക്കുന്നു. ആ രക്ഷയുടെ പൂർത്തീകരണമാണ് തേജസ്കരണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഇതാണ്: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. ഇപ്പോൾ ആ രക്ഷ മറച്ചു വച്ചിരിക്കുകയാണ്, വെളിപ്പെട്ടിട്ടില്ല. പൗലോസ് പറയുന്നു, നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ. ഇതുവരെ നമുക്ക് തേജസ് ലഭിച്ചിട്ടുണ്ട്, നമ്മെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. പക്ഷേ ആ തേജസ് വെളിപ്പെട്ടിട്ടില്ല.
നമ്മൾ കൊലോസ്യലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോഴാണ് അന്ത്യകാലത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആ അന്ത്യകാലത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് നാം കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ആ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, ഒരുക്കുക. തേജസ്സിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ദൈവം അത് ഒരുക്കിയിരിക്കുകയാണ്. തേജസ്കരിക്കപ്പെടുകയാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നു. അടുത്തായിട്ട് പറയുന്നത്, വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നവര്. വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നവർ. നമ്മെ വീണ്ടും ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം ഈ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ ദൈവം സൂക്ഷിക്കുന്നു. ഇവിടെ സൂക്ഷിക്കുക എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വലിയ കോട്ട കെട്ടി ആളുകളെ അതിനുള്ളിലാക്കി സൂക്ഷിക്കുന്നു. പട്ടാളക്കാര് സംരക്ഷിക്കുന്ന വലിയ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി. നമ്മൾ വിശ്വാസത്താൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താണ്? ഈ രക്ഷയാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ തുടരുകയാണ്. അത് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നുണ്ട്, ആ കൃപയിൽ ശക്തിപ്പെടുക. പൗലോസ് എഫേസോസിലെ വിശ്വാസികൾ പറയുന്നുണ്ട്, കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുക. ആ ശക്തി വിശ്വാസത്താൽ നമ്മൾ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന തന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്ന് നാം എഫേസ്യർ 1 വായിക്കുന്നുണ്ട്. ഈ ശക്തി അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ശക്തിയാണ്. അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുകയാണ്. അപ്പോൾ വിശ്വസിച്ച് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ ശക്തി ആ വിശ്വാസത്തിൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. കർത്താവ് മാർത്തിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന്റെ ശക്തി കാണും. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ അതിൽ ദൈവത്തിന്റെ ശക്തി ഉൾപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കുമ്പോൾ, ആ ഉറച്ചു നിന്ന് ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് ദൈവശക്തിയാൽ അവർ വീര്യം പ്രവർത്തിക്കും. വിശ്വാസം നിലനിൽക്കുക, ശക്തിപ്പെടുക, ചെയ്യുന്നൊക്കെയും സ്നേഹത്തിൽ ചെയ്യുക, ശക്തിയാൽ വ്യാപരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുക. ഇതിനുവേണ്ടിയാണ് നമ്മെ ദൈവം വീണ്ടും ജനിപ്പിച്ചത്. ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശ, ദൈവത്തിന്റെ ആ രക്ഷയുടെ വെളിപ്പെടൽ നാം കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി വിശ്വാസം നിലനിൽക്കുക. ദൈവശക്തിയാൽ നമ്മെ അവിടുന്ന് സംരക്ഷിക്കുന്നു. ആ ശക്തിയിൽ ബലപ്പെട്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കഴിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർത്തുപാടി സ്തുതിക്കുന്നേ നാഥനെ നിൻ സ്നേഹത്തെ. ഓർത്തുപാടി സ്തുതിക്കും